ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ട് അതുപോലെ തന്നെ നല്ല പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങള് പ്രപഞ്ചം യൂണിവേഴ്സ് നടത്തി തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോ നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ഒക്കെ ചെയ്യില്ലേ, അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ അതിന്റെ റിസൾട്ട് ലഭിക്കാൻ പോകുന്നു, നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ ചില സൂചനകളെ കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പൊ അതില് ഇപ്പോ നമ്മൾ നേരത്തെ ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതായത് ഒരേപോലെയുള്ള ഡിജിറ്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഇപ്പോ 0 ആണെങ്കിൽ അത് 000 അല്ലെങ്കിൽ 0000. അതുപോലെ തന്നെ 1 ആണെങ്കിൽ 111 1111. ചിലപ്പോൾ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ഫോണിലൊക്കെ എടുത്ത് സമയം എത്രയും നോക്കാനായിട്ട് നോക്കുമ്പോഴേക്കും 1111 എന്ന് കാണുന്നതോ, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഏതെങ്കിലും വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റിലോ, ഇല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു സൈൻ ബോർഡ് കാണുമ്പോൾ ചിലപ്പോൾ അതിന്റെ മൊബൈൽ നമ്പർ ഒക്കെ കൊടുക്കുമ്പോഴത്തെ 999 888 333 ഇങ്ങനെയുള്ളതൊക്കെ കാണുന്നതെല്ലാം ഏഞ്ചൽ നമ്പേഴ്സ് ആയിട്ടാണ് പറയുന്നത്. ഇതെന്താന്ന് വെച്ചാല് നമ്മുടെ ഒരു ആഗ്രഹം തെരഞ്ഞെടുത്തിട്ട് ഈ ആഗ്രഹം നടത്തി തരാൻ കേപ്പബിലിറ്റി ഉള്ള, അതിന് പ്രാപ്തിയുള്ള, അതിന് ശക്തിയുള്ള ആരാ? നമ്മുടെ പ്രപഞ്ചത്തോട് നമ്മൾ ആ കാര്യം ആവശ്യപ്പെട്ടു. അത് ചോദിക്കേണ്ടതായ രീതിയിൽ നമ്മൾ ചോദിക്കണം. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് പ്രപഞ്ചത്തോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ അതൊരു ഓർഡർ അല്ല, നമ്മളൊരു റിക്വസ്റ്റ് ആണ്. ആ റിക്വസ്റ്റിന് നമുക്കൊരു ഭാവം ഉണ്ടായിരിക്കണം, അല്ലെ? ഇപ്പൊ നമ്മള് ഒരാളുടെ അടുത്തൊരു സഹായം ചോദിക്കുമ്പോ ആജ്ഞാപിച്ചു കഴിഞ്ഞാൽ ആരും നമ്മളെ സഹായിക്കാൻ ഉണ്ടാവില്ല. അത്രയ്ക്ക് അഹങ്കാരമാണെങ്കിൽ പോട്ടെ എന്ന് വെക്കും. അപ്പൊ നമ്മള് ഒരു അപേക്ഷയുടെ രീതിയിൽ നമ്മൾ ചോദിക്കുന്ന കേട്ടാൽ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് ചെയ്തു കൊടുക്കണം എന്ന് തോന്നുന്ന ഒരു രീതിയില്ലേ, സെയിം അതേപോലെ തന്നെയാണ് നമ്മൾ യൂണിവേഴ്സിനോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നത്. അപ്പൊ നമ്മുടെ ഒരു ആഗ്രഹം അറിയിക്കുമ്പോൾ നന്ദി ഭാവം എന്ന് പറയുന്നത്, ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ എന്ന് പറയുന്നത് അതിനകത്ത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണം അതാണ്. 2, നമുക്ക് അവരിലുള്ള വിശ്വാസം അവർക്ക് ബോധ്യപ്പെടണം. എത്രത്തോളം, അതായത് നമുക്ക് മറ്റാരും ആശ്രയമില്ല, നിങ്ങൾ തന്നെയാണ് അത് നടത്തി തരാനുള്ളൂ, നിങ്ങളത് നടത്തി തന്നിരിക്കും എന്ന ഉത്തമ വിശ്വാസത്തിലാണ് ഞാനിത് ചോദിക്കുന്നത് എന്നുള്ളൊരു ഭാവം. 3-മത്തതെന്ന് പറയുന്നത്, അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ പ്രപഞ്ചത്തെ കാണിച്ചു കൊടുക്കുക. അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ലോ ഓഫ് അസംഷൻ എന്ന് പറയുന്നത്. അപ്പോ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന സന്തോഷം, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ആ ഒരു ഫീൽ, ഇതാണ്, ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ് എന്നുള്ള ആ ഒരു രീതിയും കൂടി കാണുമ്പോഴേക്കും തീർച്ചയായിട്ടും യൂണിവേഴ്സ് നമ്മുടെ ആഗ്രഹങ്ങൾ നടത്തി തരും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിനോടൊപ്പം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന, അതായത് ഉപബോധ മനസ്സിന്റെ ശക്തി എന്ന് പറയുന്നതിന് അത്രമാത്രം നമ്മുടെ ആഗ്രഹങ്ങള്, നമ്മുടെ എന്ത് കാര്യങ്ങളാണെങ്കിലും അത് നടത്തി തരാൻ കഴിവുള്ളതാണ് നമ്മുടെ ഉപബോധ മനസ്സെന്ന് പറയുന്നത്. അപ്പൊ ചോദിക്കേണ്ടതായ രീതിയിൽ ഒരു കാര്യം ചോദിച്ചു, പൂർണ്ണ വിശ്വാസം നമ്മൾ അതിൽ അർപ്പിച്ചു. ഇനി നമ്മൾ റിസീവിംഗ് മോഡിലായിട്ടിരിക്കുകയാണ്. ഈ റിസീവിംഗ് മോഡിൽ ഇരിക്കുമ്പോൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കണം. പ്രസന്റിലായിരിക്കണം, നമ്മൾ അലേർട്ട് ആയിരിക്കണം. ഇപ്പൊ നമ്മൾ പറയില്ലേ, നമ്മൾ ചിലപ്പോൾ മിക്കവാറും ആബ്സെന്റ് മൈൻഡഡ് ഒക്കെ ആയിരിക്കും. ചിലരൊരു കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വേറെ ചിന്തകളിലൊക്കെ ആണ്ട് ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ചില കാര്യങ്ങളെ പറ്റി നമുക്ക് കാണാനോ ശ്രദ്ധിക്കാനോ കഴിഞ്ഞു എന്ന് വരില്ല. അങ്ങനെ ആകാൻ പാടില്ല. അപ്പൊ നമ്മൾ അലേർട്ട് ആയിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാര്യം നമ്മൾ പ്രപഞ്ചത്തെ അറിയിച്ചു കഴിയുമ്പോൾ പ്രപഞ്ചത്തിന് ഒരിക്കലും നമ്മളോട് നേരിട്ട് വന്ന് സംസാരിക്കാനോ, ഇപ്പൊ നമ്മൾ കുറച്ച് പണമാണ് ആവശ്യപ്പെട്ടതെന്ന് വിചാരിക്കുക, പ്രപഞ്ചത്തിന് കൊണ്ടുവന്ന് അതിങ്ങനെ കയ്യിൽ വെച്ച് തരാനായിട്ട് സാധിക്കില്ല, അല്ലെ? പൈസ അതുപോലെ തന്നെ കൊണ്ടുവന്നതേ നിങ്ങൾ ചോദിച്ച പണം എന്ന് പറഞ്ഞ് കയ്യിൽ വെച്ച് തരാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്തായിരിക്കും വെച്ചാൽ അതിനുള്ള വഴികൾ യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരും. ഒരു ഗൈഡിങ് ഫോഴ്സ് പോലെ നമ്മളെ ഇങ്ങനെ തള്ളിക്കൊണ്ടുപോകും. ഇതാണ് നീ ആ പണം ചോദിച്ചിട്ടുണ്ട്, അതിനുള്ള വഴിയാണ് ഇതെന്ന് പറഞ്ഞ് നമ്മളെ അതിലേക്ക് നയിക്കും, അതിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കും. അപ്പൊ നമ്മൾ അത് അലേർട്ട് ആയിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സൂചനകളെ കുറിച്ച്, അപ്പൊ മൈൻഡ്ഫുൾനെസ്സിന്റെ കാരണം എന്താണ്, അതെങ്ങനെയായിരിക്കണം എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഇനി എന്താണ് നൽകുന്ന സൂചനകൾ? ആദ്യം പറഞ്ഞ പോലെ ഏഞ്ചൽ നമ്പേഴ്സ് പല സൂചന നൽകുന്നുണ്ട്. അതിന്റെ ഓരോന്നിന്റെയും മീനിങ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക.
അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ചില പേരുകൾ. ഏതെങ്കിലും ഒരു വ്യക്തിയെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചു. അപ്പൊ ആ വ്യക്തിയുടെ പേര് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പല സ്ഥലങ്ങളിൽ, ബസിന്റെ പേരായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളുടെ പേരായിട്ടോ അല്ലെങ്കിൽ ആ പാട്ട് ആ പേരിലുള്ളത്. ഇത് പറയുമ്പോഴാണ് നേരത്തെ ഹസ്ബൻഡ് എന്റെ അടുത്ത് പറയാറുള്ളത്. ആള് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ അഞ്ജലി അഞ്ജലി പുഷ്പാഞ്ജലി എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ, അത് എപ്പോഴും തന്നെ കേൾക്കുമായിരുന്നു അത്ര. ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടായിരുന്നു എന്ന് പറയും. അപ്പൊ അതിങ്ങനെ കേട്ടിട്ട് ഇപ്പൊ അഞ്ജലി എന്ന് പറയുന്ന ഒരാള് ഫുൾ ടൈം ആളുടെ ലൈഫിലേക്ക് വന്നു എന്ന് പറയണല്ലോ, ഞാൻ വെറുതെ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. അപ്പൊ പറയതിങ്ങനെ ഫുൾ ടൈം നമ്മൾ ചില പേരുകൾ കേൾക്കുന്നത് ഒക്കെ ആ വ്യക്തിയെ നമുക്ക് അതിലേക്ക് ആകർഷിക്കാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഓരോ സൂചനകളാണ്. പിന്നെ പറയുന്നത്, ഇതിപ്പോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, ഇതുപോലെ തന്നെ പ്രകൃതിയിൽ ചില കാര്യങ്ങൾ നമ്മളെ കാണിച്ചു തരുന്നത്. അതാണ് ഈ ഇരട്ടവാലൻ കിളിയില്ലേ, ഇരട്ടവാലൻ കിളിയെ കാണുന്നത് നമ്മുടെ ആഗ്രഹം നടക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. പിന്നെ അതുപോലെ തന്നെ തൂവല്, വെള്ള കളറുള്ള തൂവല് നമ്മുടെ മുമ്പില് വന്നു വീഴുന്നതോ നമ്മൾ പോകുന്ന വഴിക്ക് അത് കാണുന്നതോ, അതെല്ലാം. മഴവില്ല് കാണുന്നത്, അതുപോലെ ഇണക്കുരുവികളെ കാണുന്നത്. അപ്പം നിങ്ങളിപ്പോ വിവാഹമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് എങ്കിൽ ഇണക്കുരുവികൾ തന്നെ ആവണമെന്നില്ല, ദമ്പതികളെ കാണുന്നതും. ദമ്പതികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കലഹിക്കുന്ന ദമ്പതികളല്ല, നല്ല കപ്പിൾസ് ഇല്ലേ, അങ്ങനെയുള്ളവരെ നിങ്ങളുടെ മുമ്പിൽ, ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഒരു പാർക്കിൽ പോകുമ്പോൾ രണ്ട് ദമ്പതികളെ കാണുന്നത്, അവരൊരുമിച്ചിരിക്കുന്നത്, ഇതൊക്കെ നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയായിട്ട് അതിനെ കരുതാവുന്നതാണ്. എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ അതിന്റെ ഒരു ലക്ഷണങ്ങളായിട്ട് പറയും. ഇനി മറ്റൊരു സിംറ്റമാണ് നമുക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം. ഇത് ചില ദിവസങ്ങളിൽ നമുക്ക് എന്താണ്, ചിലപ്പോൾ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയങ്ങൾ ഉണ്ടാവും. നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ മൂഡ് സ്വിങ്സ് വരാറുണ്ട്, ഡൗൺ ആയിട്ട് പോവാറുണ്ട്. ഓക്കെ, പക്ഷെ ഹൈ വൈബ്രേഷണൽ ഫ്രീക്വൻസി, ഹൈ പോസിറ്റീവ് വൈബ് നമ്മുടെ ശരീരത്തിൽ, നമ്മൾ പറഞ്ഞില്ലേ ഊർജം എന്ന് പറയുന്നത്, അതിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഊർജം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം. എന്തോ ചില ദിവസം നമ്മൾ പറയാറില്ലേ, ഏതൊരു പരസ്യത്തിലൊക്കെ അല്ലേ പറയുന്നത്, സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ എന്നൊക്കെ പറയണ പോലെ, എന്തോ ഒരു കാരണവും ഇല്ല, പ്രത്യേകിച്ച് പറയാനായിട്ട് കാരണമൊന്നുമില്ല, പക്ഷെ ഇന്നെന്തോ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര എനർജറ്റിക് ആണ്. ചിലരൊരിക്കലും ഇന്ന് എന്താ പറ്റിയേ ഇവർക്ക് എന്നൊക്കെ ചോദിക്കണ മാതിരി. ഒന്നുമില്ല, വീട്ടിലായാലും ചുമ്മാ നമ്മൾ തുള്ളിച്ചാടി നടക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടൊരു ഉത്സാഹം, മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഹെൽപ്പിംഗ് മെന്റാലിറ്റി, നല്ലൊരു സന്തോഷം, അത്രേ ഉള്ളൂ. അത് പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ല, അങ്ങനെ ചിലപ്പോൾ നമ്മൾ സന്തോഷിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് മറ്റാരെങ്കിലും നിങ്ങളുടെ അടുത്ത്, ചിലപ്പോൾ നമ്മളിത് ശ്രദ്ധിക്കണമെന്നില്ല. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങൾ വർക്ക് ചെയ്യണ സ്ഥലത്ത് ആരെങ്കിലോ നിങ്ങളുടെ വീട്ടിൽ തന്നെ ആരെങ്കിലും ഒക്കെ പറയണം, ഇന്ന് എന്താ ഈ പെണ്ണിന് പറ്റിയേ, അല്ലെങ്കിൽ ഇന്ന് എന്താ ഇവന് പറ്റിയേ, ഭയങ്കര ഒരു സന്തോഷമാണല്ലോ എന്നുള്ള രീതിയിൽ പറയണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോ, നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നു. ആ ഒരു വൈബ്രേഷൻ ഫ്രീക്വൻസി ഹൈ ആകുമ്പോൾ കാണിക്കുന്ന ലക്ഷണങ്ങളാണ് ഇതെല്ലാം. അപ്പൊ നമ്മുടെ അലൈൻമെന്റിൽ എത്തി എന്ന് വേണം നമ്മൾ ചിന്തിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ അതൊരു കാരണം. ഇത് പറയുമ്പോൾ തന്നെ ഞാൻ അടുത്ത ഒരു സിംറ്റം കൂടി പറയാം. അതായത് നമ്മൾ ഒരു ഹൈ വൈബ്രേഷൻ ഫ്രീക്വൻസിയിലേക്ക് ഉയർന്ന് നമ്മൾ ഏറ്റവും പോസിറ്റിവിറ്റിയിലേക്ക് മാറുമ്പോൾ നമ്മളോടൊപ്പമുള്ള ചില ആളുകൾ, നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ചില ആളുകൾ, അവര് നിങ്ങളെ വിട്ടു പോകുന്നതായിട്ട് കാണുന്നുവെങ്കിൽ അതിനകത്ത് നിരാശപ്പെടേണ്ടതില്ല, അതിൽ നിങ്ങൾ ഡൗൺ ആകേണ്ടതില്ല. അപ്പോഴും നിങ്ങൾ വിചാരിച്ചോളൂ, നിങ്ങളുടെ വൈബ്രേഷണൽ തലം ഉയർന്നു, നിങ്ങളുടെ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് വർദ്ധിച്ചു. ഇതിനോട് അക്കമഡേറ്റ് ചെയ്യാനായിട്ട്, ഇതിനോട് പൊരുത്തപ്പെടാൻ പറ്റാത്തതായ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ, അതായത് ഇപ്പോഴും നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പൊ പോസിറ്റിവിറ്റി ഉയർന്നു വരുമ്പോ ഈ നെഗറ്റീവ് പീപ്പിളിന് നിങ്ങളോടൊപ്പം ഉയരാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതാണത്. അതെല്ലാം താൽക്കാലികമാണ്, അങ്ങനെ വിചാരിക്കുക. അപ്പൊ അതിൽ നിരാശപ്പെടേണ്ടതില്ല. ഉടനെ ചിന്തിച്ചോളൂ, നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കാം, ഹൈ വൈബ്രേഷൻ ഫ്രീക്വൻസി ഉള്ള ഒരു ആഗ്രഹമായിരിക്കാം നിങ്ങളിലേക്ക് നടക്കാനായി പോകുന്നു എന്നത് പ്രപഞ്ചം കാണിച്ചു തരുന്നതാണ് ഇതെല്ലാം. അപ്പൊ നമ്മളിപ്പോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അല്ലെ, റിപ്പീറ്റഡ് നമ്പേഴ്സ് കാണുന്നത്, പേരാണെങ്കിൽ പേര് കാണുന്നത്, അതുപോലെ തന്നെ മഴവില്ല്, തൂവല്, ബട്ടർഫ്ലൈ,
ഇണക്കുരുവികള്, ഇരട്ടവാലൻ കിളി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രപഞ്ചത്തില് കാണുന്നത്, അതുപോലെ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം തന്നെ, അതുപോലെ തന്നെ നെഗറ്റീവ് പീപ്പിൾ നമ്മളെ വിട്ട് പോകുന്നത്, ഇതൊക്കെയും യൂണിവേഴ്സ് നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു തരണു എന്നുള്ളതിന്റെ ഒരു സൂചനയായിട്ടാണ്. ഓക്കെ, അപ്പോ ഇനി ഇതിനകത്ത് നമ്മൾ പറയുന്ന ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? ഇത് മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ അലേർട്ട് ആയിരിക്കണം. ഒരു കാര്യം നമ്മൾ പ്രപഞ്ചത്തെ അറിയിച്ചിട്ടുണ്ട് എങ്കിൽ, ഇപ്പൊ നമ്മൾ ബാങ്കിൽ പോയി ഒരു ലോൺ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞ് ലോൺ സാങ്ഷൻഡ് എന്നുള്ളൊരു മെസ്സേജ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കും അല്ലെ. നിങ്ങളുടെ ലോൺ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അപ്രൂവ് ചെയ്തിരിക്കണോ, അത് സാങ്ഷൻ ചെയ്തിരിക്കണോ എന്നുള്ള കാര്യങ്ങൾ. ഇതേപോലെ നമ്മളൊരു ആപ്ലിക്കേഷൻ യൂണിവേഴ്സിന് മുമ്പാകെ വെച്ചേക്കാണ്, അതിന്റെ പ്രോസസ്സിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ ഇവിടെ റിസീവിംഗ് മോഡിൽ ഇരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് പറയുന്നത്. ഇനി അത് അപ്രൂവ് ചെയ്തു, സാങ്ഷൻഡ് ആയി, ഇനി ആ എമൗണ്ട് ക്രെഡിറ്റ് ആകാനേ ഉള്ളൂ. അപ്പൊ ആ ഒരു ടൈം എന്ന് പറയുന്നതിൽ കാണിക്കുന്ന സൂചനകളാണ് ഇതെല്ലാം എന്നുള്ളത്. അപ്പൊ നമ്മൾ മൈൻഡ്ഫുൾനെസ്, പ്രസന്റിൽ ജീവിക്കണം. നമ്മുടെ മുമ്പിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച്, ഇപ്പോ നിങ്ങൾക്ക് നല്ലൊരു ജോലിയാണ് വേണ്ടത്, കുറച്ച് നിങ്ങളൊരു മാസം 1 ലക്ഷം രൂപയൊക്കെ ശമ്പളം ആഗ്രഹിക്കുന്ന ഒരു ജോലിയാണ് വേണ്ടത്. ഇപ്പൊ വെറും 10,000 20,000 ഒക്കെ സാലറി ഉള്ളൂ. അപ്പൊ ഒരു 1 ലക്ഷത്തിലേക്ക് ഉയരണം, അതാണ് നിങ്ങളുടെ ആഗ്രഹം. അപ്പൊ ഈ ഒരു ആഗ്രഹവുമായിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ പറയുന്നു, ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു, അഫർമേഷൻ പറയുന്നു, എഴുതുന്നു, പല പ്രാക്ടീസുകൾ നിങ്ങൾ ചെയ്യുന്നു. അപ്പൊ നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങൾ നോക്കുക. അതായത് പല കാര്യങ്ങൾ, ചിലപ്പം വെറുതെ നിങ്ങൾ നടന്നു പോകുമ്പോ ഒരു വണ്ടി നിർത്തി നിങ്ങളുടെ അടുത്ത് വഴി ചോദിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഇതിന് ടേണിംഗ് പോയിന്റ് ആകുന്നത്. അപ്പൊ നിങ്ങൾ സ്ഥലം പറഞ്ഞു കൊടുത്തപ്പോ നിങ്ങൾ ആ റൂട്ടിലേക്കാണോ എന്ന് ചോദിക്കുന്നു. അപ്പൊ നിങ്ങൾ ഓക്കെ ശരി, നിങ്ങൾക്ക് വേണമെങ്കിൽ വഴി പറഞ്ഞു കൊടുത്ത് നിങ്ങൾക്ക് അടുത്ത കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകാം. അല്ലെങ്കിൽ ചിലപ്പോൾ ആ പോകുമ്പോൾ ആ കാറിന്റെയോ അല്ലെങ്കിൽ ആ വാഹനത്തിന്റെയോ നമ്പർ പ്ലേറ്റിൽ ഒരേപോലുള്ള ഒരു ഡിജിറ്റ് കാണും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അവിടം വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാനായിട്ട് നിങ്ങളും ആ വഴിക്കാണെങ്കിൽ വരൂ, അങ്ങോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ പറയുന്നു. അങ്ങനെ നിങ്ങൾ ആ കാറിലിരുന്ന് സംസാരിക്കുമ്പോഴായിരിക്കാം ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം അവര്. അപ്പൊ ഇങ്ങനെ സംസാരിച്ചു വരുമ്പോഴാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ, ജോബിന് വേണ്ടി ട്രൈ ചെയ്യുന്നത്. ഒട്ടനെ തന്നെ നിങ്ങളോട് റെസ്യൂം അയക്കാനായിട്ട് പറയാം. ഇതൊക്കെ ഞാൻ പറഞ്ഞ ഒരു വഴി മാത്രം. ചിലപ്പോൾ അങ്ങനെ പോകുമ്പോഴായിരിക്കാം വെറുതെ നിങ്ങൾ റോഡിൽ എവിടെയെങ്കിലും ഒരു നോട്ടീസ് ബോർഡോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു കാര്യങ്ങളോ കാണുന്നത്. ഇല്ലെങ്കിൽ വെറുതെ നിങ്ങൾ കമ്പ്യൂട്ടറിൽ തന്നെ നിങ്ങളുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലെ ഓരോ കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ അതിൽ നിങ്ങളൊരു ആഡ് കാണുകയാണ്, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ നമ്മൾ അലേർട്ട് ആയിരിക്കുമ്പോഴാണ് ആ വഴികൾ കാണുന്നതും നിങ്ങളെ കൊണ്ട് അതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അതൊക്കെ പ്രപഞ്ചം കാണിച്ചു തരണതാണ് ആ ടൈമിൽ. നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ, ഇതാണ് നിങ്ങളുടെ റൈറ്റ് ടൈം, ആ ജോലിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് ഉറപ്പായിട്ടും കിട്ടും. അപ്പൊ ആ വഴികൾ നമ്മളെങ്ങനെ നയിച്ച ആ ജോലിയിലേക്ക് എത്തിച്ചു തരുന്നത് പ്രപഞ്ചമാണ്. ഇത് നമ്മൾ ആബ്സെന്റ് മൈൻഡഡ് ആയിരുന്നാൽ ചിലപ്പോൾ നമുക്കിത് കാണാൻ പറ്റിയെന്ന് വരില്ല. എന്നിട്ട് നമ്മൾക്ക് ആഗ്രഹങ്ങളൊന്നും നേടാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ യൂണിവേഴ്സിനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം ആൾക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ കൈ പിടിച്ചു നടത്തി അതിലേക്ക് എത്തിക്കാൻ പറ്റില്ല. പണമാണെങ്കിൽ പണം കൊണ്ടുവന്ന് നിങ്ങളുടെ കയ്യിൽ വെച്ച് തരാനായിട്ട് സാധിക്കില്ല. പക്ഷെ പല വഴികൾ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരും. ഓക്കെ, അപ്പൊ വീടാണ്, വാഹനമാണ്, വിവാഹമാണ്, ജോലിയാണ്, പണമാണ് എന്ന് വേണ്ട എന്താണെങ്കിലും അതിനുള്ള വഴികളാണ് നമ്മുടെ മുമ്പിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുവന്ന് കാണിക്കുന്നത്. ഇത് പല വ്യക്തികളിലൂടെ, പല സാഹചര്യങ്ങളിലൂടെ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല ഏത് വ്യക്തിയാണ് ഇതിന് കാരണക്കാരാകുന്നത്, എന്ത് സാഹചര്യത്തിലൂടെയാണ് ഇത് നടപ്പിലാകുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ അലേർട്ട് ആയിരിക്കണം, വിജിലന്റ് ആയിരിക്കണം എന്ന് നമ്മൾ പറയുന്നത്. എന്നിട്ട് നിങ്ങൾ വിചാരിച്ചോളുക, ഓരോ ഏഞ്ചൽ നമ്പേഴ്സ് കാണിച്ചു തരുന്ന സൂചനകള്, നിങ്ങൾ നെഗറ്റീവിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ അതിനൊരു സൂചന കാണിക്കും. നിങ്ങൾ പോസിറ്റിവിറ്റിയാണ്, നിങ്ങൾ അലൈൻമെന്റിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള സൂചനകള് പ്രപഞ്ചം തരും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ഉറച്ചു വിശ്വസിച്ച് നിങ്ങളുടെ പ്രവൃത്തികളുമായിട്ട്, ചിന്തകൾക്കൊപ്പം പ്രവൃത്തികളും വേണമെന്ന് പറഞ്ഞില്ലേ, അതുമായിട്ട് സധൈര്യം നിങ്ങൾ മുമ്പോട്ട് പൊക്കോളൂ. ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കും കേട്ടോ. അപ്പോ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. എല്ലാവർക്കും അവരുടെ ആഗ്രഹങ്ങൾ നടക്കട്ടെ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ. എല്ലാവരും പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കൂ. ഓക്കെ, താങ്ക് യു.